അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകും എന്ന് സാറിന് അറിയാം. എന്നാലും ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണം. അതുപോലെ തന്നെ കൈ വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം ക്ലാസ്സിലേക്ക് പ്രവേശിക്കണം. നമുക്ക് ഈ അസുഖം വിട്ട് മാറുന്നത് വരെ കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അത് ദോഷമായി ഭവിക്കും. നമ്മുടെ തുറന്ന സ്കൂളുകളൊന്നും തന്നെ ഇനി കൂട്ടാൻ പാടില്ല. അപ്പോൾ അതൊരു നിർബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമുക്ക് പഠിക്കണം, ഒന്നിച്ച് വളരണം, വലിയ വിജയങ്ങൾ കീഴടക്കണം. എല്ലാവരെയും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്ന ഈ ദിനത്തിൽ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മക്കളെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പ്രേരണമായി വരുന്ന attention prayer. India is my country. All India is my country. India is my country. All Indians are my brothers and sisters. All Indians are my brothers and sisters. I love my country. I love my country. And I am proud of this rich and world heritage. And I am proud of this rich and world heritage. I shall always stand to be worthy of it. I shall always strive to be worthy of it. I shall give my parents, teachers, and all elders. I shall give my parents, teachers, and all elders. Respect each and one person. Respect and take one person. To my country and my people, I pledge my devotion. To my country and my people, I pledge my devotion. In their well-being and prosperity, I rest my happiness. Thank you. Thought of the day. Good morning. Every day is another chance to change your life. Thought once more. Every day is another chance to change your life. Have a nice day. Thank you. Good morning. The news. Kerala will invest more in
Mother Kirpa as Deputy Teacher. Center Airman School for Extension of Tenure of EDCBI Director. Sports. In 2020 cricket, Australia won against New Zealand. Score New Zealand 172, Australia 173. Thank you and have a great day. By the headmistress. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എത്രയും സ്നേഹമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ പ്രവേശനോത്സവമാണ് ആഘോഷിക്കുന്നത്. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം നടക്കേണ്ട ഈ പ്രവേശനോത്സവം അവരുടെ ടീച്ചേഴ്സ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-ാം തീയതി നമ്മൾ സംസ്ഥാനത്തൊട്ടാകെ പ്രവേശനോത്സവം നടത്തിയപ്പോൾ അന്ന് 10ാം ക്ലാസ്സുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അടുത്ത 8-ാം തീയതി 8ാം ക്ലാസ്സുകാർ മാത്രം. ഇന്ന് നമ്മുടെ 9ാം ക്ലാസ്സുകാർ കൂടി വന്നപ്പോഴാണ് നമ്മുടെ സ്കൂള് പൂർണ്ണതയിലേക്ക് എത്തിയത്. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഇവരെ നേരിട്ട് കാണാൻ കഴിയാത്തതിൽ എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ പുതിയ സ്കൂളിലേക്ക് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് നമുക്ക് ഓൺലൈൻ പഠനമായി വീട് തന്നെ നമ്മുടെ വിദ്യാലയമാക്കി മാറ്റിയത്. എന്നിരുന്നാലും ഇവിടെ മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, കുട്ടികളെ കണ്ടിട്ടുണ്ട്, കുറച്ച് പേർക്ക് നല്ല മുഖപരിചയമുണ്ട്. ഇന്നത്തെ പ്രെയർ ഇവർ ചൊല്ലിയപ്പോഴും എനിക്കത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അർത്ഥവത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെയുള്ളത് അധ്യാപകരാണ്. അധ്യാപകരോടും പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ളവരെ, മുതിർന്നവരെ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ നമ്മൾ പെരുമാറുക, അവരോട് ആദരവ് പ്രകടിപ്പിക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് കാണണമെന്ന് നിങ്ങളെപ്പോഴും ചെയ്യുന്നത്. എന്നിരുന്നാലും ഓരോ കാലം മാറുമ്പോഴും ഇപ്പോൾ കോവിഡ് കഴിഞ്ഞു നമ്മളിലുള്ള ആ സഹായിക്കുക എന്നുള്ള മനസ്സിൽ അത് നമ്മൾ വീണ്ടും മുന്നോട്ട് ആദ്യമൊക്കെ അവനവൻ്റെ കാര്യത്തിലേക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ഇനി അതൊക്കെ മാറി നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ സഹോദരി സഹോദരന്മാരെയൊക്കെ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അതോടൊപ്പം 8ാം ക്ലാസ്സിലെ നമ്മുടെ സ്കൂൾ ജീവിതം ഇവിടെ കിട്ടിയില്ലെങ്കിലും ഇനിയുള്ള കാലം 9ാം ക്ലാസ്സുള്ളതും 10ാം ക്ലാസ്സും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തുകൊണ്ട് ഇവിടെ മുന്നോട്ട് ഇറങ്ങി പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പോഴും കോവിഡിൻ്റെ ഭീഷണി നമ്മുടെ ചുറ്റും നിന്നും മാറിയിട്ടില്ല. പല കുട്ടികൾക്കും വീടുകളിൽ കോവിഡ് എല്ലാം ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞ ആൾ നിങ്ങൾ നേരെ വന്ന് കൈ കഴുകണം. ഒരു ചടങ്ങായിട്ടല്ല അത് ചെയ്യേണ്ടത്. കൈ കഴുകാത്ത കറികൾ എങ്ങനെ കഴുകണമെന്നല്ല നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈ വൃത്തിയായി കഴുകി ക്ലാസ്സിലേക്ക് കയറുക. ക്ലാസ്സിലേക്ക് നമ്മൾ ഒരു ബെഞ്ചിൽ 2 കുട്ടികളെ വെച്ചാണ് ഇരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ അകലം പാലിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇനി വന്നിരിക്കുന്നത് സ്കൂള് അടഞ്ഞ് കിടക്കാനുള്ളതല്ല, തുറന്ന് പ്രവർത്തിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പല ക്ലാസ്സുകളിലായിരിക്കും അവർക്ക് എല്ലാവർക്കും സ്കൂളിൽ വരുന്നതാണ് അല്ലേ. എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങൾ സ്കൂളിൽ വയ്ക്കാനുള്ളത്. കൂട്ടുകാരെ കാണാം, ടീച്ചേഴ്സിനെ കാണാം, നമ്മുടെ കാര്യങ്ങൾ അതിൽ പങ്കുവയ്ക്കുക. നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കും പുറത്തേക്ക് വന്നിട്ട്. അപ്പോൾ ആ ചുറ്റുപാട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ കോവിഡിൻ്റെ ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ വരും. അത് നിങ്ങൾ വരുന്ന വഴിയാണെങ്കിലും ക്ലാസ്സിലായിരിക്കുമ്പോഴും അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക, അകലം പാലിച്ചുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് ടീച്ചറോട് വിളിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ വരണമെങ്കിൽ 2-3 ദിവസം ഇന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പൂർണ്ണമായിട്ട് അസുഖം മാറിയിട്ട് നിങ്ങളിലേക്ക് വന്നാൽ മതി. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. അതനുസരിച്ചിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. നമ്മുടെ ശേഷം
നമ്മൾ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടത്തോടെ പാലിക്കേണ്ട കാര്യം ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് പാലിക്കണം. എല്ലാവരും നല്ല മക്കളായിട്ട് നല്ലതായിട്ട് വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രദ്ധിക്കുക, നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗം നമ്മുടെ പ്രിയങ്കരനായ നാട്ടാറിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വലിയ സന്തോഷത്തിലാണ് നാം ഇന്ന്. കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായി സ്കൂളിൽ വരാൻ കഴിയാതിരുന്ന എല്ലാ വിദ്യാർത്ഥികളും സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ചില നിബന്ധനകളോടുകൂടി സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്കൂൾ തുറക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. ആ സന്തോഷം നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം തന്നെ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിലേക്കാണ് വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങളെല്ലാവരും സ്കൂളിൽ എത്തിയിട്ടുള്ളത്. ആ പഠിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അധ്യാപകർ നിങ്ങളെ സഹായിക്കാനുണ്ടാകും, രക്ഷിതാക്കൾ സഹായിക്കാനുണ്ടാകും. ആ സഹായമെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് മിടുക്കന്മാരായ വിദ്യാർത്ഥികളായി നിങ്ങൾ മാറണമെന്നാണ് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. എല്ലാവർക്കും നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും മിടുക്കന്മാരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗമായ PTA ഏറെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി വേദിയിലേക്ക് സ്വീകരിച്ചു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ടീച്ചർ, നമ്മുടെ PTA പ്രസിഡന്റ് ഗണേശേട്ടൻ, ബഹുമാനപ്പെട്ട കൈതോളപ്പിൽ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നിങ്ങളെല്ലാവരും സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ കാലാലയത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ആ സന്തോഷം എന്നും നിലനിൽക്കണമെങ്കിൽ നമ്മൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഈ സ്കൂളിലെ ടീച്ചേഴ്സും ഇതുപോലെ മറ്റുള്ളവരും പറഞ്ഞു തന്നിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ പാലിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ കാലാലയത്തിൽ കഴിയേണ്ടത്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾക്കും ഒത്തിരി പ്രാധാന്യം നമ്മൾ നൽകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നുള്ള നമ്മുടെ ഈ സന്തോഷം നിലനിർത്തിക്കൊണ്ട് പോകാനും നമുക്ക് സാധിക്കില്ല. കാരണം കോവിഡ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ രൂക്ഷമായി തന്നെ നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ മുതിർന്ന കുട്ടികളാണ്. ചെറിയ കുട്ടികളോട് പറയുമ്പോൾ ഒത്തിരി വട്ടം ആവർത്തിച്ച് പറയേണ്ടതില്ല. മാസങ്ങളായിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലും സമൂഹ മാധ്യമങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കോവിഡിന്റെ കാര്യങ്ങൾ. അതിന്റെ പേരിൽ ഭീതിപ്പെടാൻ അല്ല നിങ്ങളോട് പറയുന്നത്. യാതൊരു ഭീതിയും നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ല, യാതൊരു ആശങ്കകൾക്കും സ്ഥാനമില്ല. നമ്മൾ മുന്നറിയിപ്പ് കലാലയത്തിൽ വന്നിട്ടുള്ള അതേ സന്തോഷത്തോടുകൂടി എല്ലാ ദിവസവും ആ ക്ലാസ് റൂമുകളിൽ അകലം പാലിച്ച് എല്ലാവരും മാനദണ്ഡങ്ങൾ പാലിച്ച് അടുത്തിരിക്കുന്ന അവരുടെ വെള്ളം വാങ്ങി കുടിക്കുകയോ അല്ലെങ്കിൽ മാസ്ക് തൊടാൻ ചെറിയ കുട്ടികളൊന്നുമല്ല, പുസ്തകം, പേന എന്നിവ ഒന്നും കൈമാറാതെ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരും കായികമായ ഒത്തിരി കഴിവുകളുള്ള കുട്ടികളാണ്. അത് ഇതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അതെല്ലാം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാനുള്ള അവസരം കൂടിയാണ് വീണ്ടും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എത്രയും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസപരമായി കായികപരമായി നല്ല നിലയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ, നല്ലൊരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കാൻ
പഠിക്കാൻ ഈ സമൂഹത്തിലെ നന്മയായി നിങ്ങളെ വാർത്തെടുക്കുവാൻ ഇവിടുത്തെ ടീച്ചേഴ്സും മറ്റുള്ളവരും പരിശ്രമിച്ചു. അതോടൊപ്പം തന്നെ നമ്മളെ മുതിർന്നവരെ അനുസരിച്ച് നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മറ്റുള്ള അയൽക്കാരെ, നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും അനുസരിച്ചും വളരെ നന്നായ കുട്ടികളായി ഭാവിയിൽ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് കൃത്യമായ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പരിപാടികൾ തുടരുകയാണ്. അടുത്തതായി 9G പഠിക്കുന്ന ഷെസയുടെ ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ്. മലയാളം സ്പീച്ചാണ്. Respected principal, teachers, parents, and my dear friends, a very good morning to all. ഈ കഴിഞ്ഞ നവംബർ 14 നാം എല്ലാവരും വേൾഡ് ഡയബറ്റീസ് ഡേ അഥവാ ലോക പ്രമേഹ ദിനം ആചരിക്കുകയുണ്ടായി. എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഡയബറ്റിക് ഫെഡറേഷനും സംയുക്തമായി ചേർന്നാണ് നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. ആക്സസ് ടു ഡയബറ്റിക് കെയർ എന്നതായിരുന്നു ഈ വർഷത്തെ ലോക പ്രമേഹ ദിന ആപ്തവാക്യം. ഇൻസുലിൻ എന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. ഇൻസുലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഫ്രെഡറിക് ബാൻഡി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 നാം എല്ലാവരും ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥികളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരത്തിന് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെയാണ് ഡയബറ്റീസിനെ വിളിച്ചു വരുത്തുന്നത്. നമുക്കറിയാം, മുമ്പ് മുതിർന്നവരിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു രോഗമായിരുന്നു പ്രമേഹം. പക്ഷേ ഇന്ന് കുട്ടികളിലും കൗമാരക്കാരിലുമാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളെ കാണപ്പെടുന്നത്. അമിതമായ വിശപ്പ്, അമിതദാഹം, വിളർച്ച, ശരീരഭാരം കുറയൽ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി തുടങ്ങിയവയാണ് പ്രമേഹത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ക്യാൻസർ പോലത്തെ ഒരു ഗൗരവമുള്ള രോഗമാണ് പ്രമേഹം. മരുന്ന് കൊണ്ട് മാത്രം നമുക്ക് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. മരുന്നിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിത രീതികളിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ ധാരാളമായി പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ അഥവാ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക. വ്യായാമവും നടത്തവും ജീവിതത്തിന്റെ ഭാഗമാക്കുക. ശീതപാനീയങ്ങളും ഫാസ്റ്റ് ഫുഡും ഒഴിവാക്കുക. ഇതൊക്കെ പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, കോവിഡ് മൂലം മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകളും പ്രമേഹ രോഗികളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആഹാര രീതികളും മികച്ച വ്യായാമ മുറകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രമേഹത്തെ പ്രതിരോധിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. വളരെ നമുക്കൊക്കെ ഉപകാരപ്രദമായ ഒരു സ്പീച്ചായിരുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ ഇതിനെ തുടർന്നുണ്ട്. നമ്മുടെ ഉദ്ഘാടന സെഷൻ എന്നുള്ള നിലക്ക് നമ്മുടെ അസംബ്ലി എന്ന് പറയുകയാണ് നാഷണൽ ആൻസർ 90-ലെ കുട്ടികൾ. भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभाशिष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे
ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ 9ാം ക്ലാസ്സിലെ ടീച്ചേഴ്സ് കുട്ടികളും വളരെ ആവേശത്തോടെയാണ് ഇന്ന് സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചു, ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അവരുടെ കയ്യിലെല്ലാം ഒരു ചെടി കയ്യിൽ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോവിഡിന് മഹാമാരി ഒഴിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയിൽ വരുന്ന ദുരന്തങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിസ്ഥിതിയുമായി അവരെ നമുക്കൊരു മുന്നറിയിപ്പാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് തരുന്നത്. എല്ലാ ക്ലാസ്സിലും തന്നെ മിക്കവാറും എല്ലാ കുട്ടികളും ചെടികളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ നയിച്ചു കൊണ്ടുപോകുന്ന അവരുടെ ടീച്ചേഴ്സ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ടീച്ചേഴ്സിനും കുട്ടികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. നയനിയിൽ പഠിക്കുന്ന ജമീൽ ഒരു മാപ്പിളപ്പാട്ടുമായാണ് എത്തിയിരിക്കുന്നത്. നല്ലൊരു മാപ്പിളപ്പാട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കാരുണ്യനാഥ കൃപമഴയെന്നും വർഷിപ്പിക്കും. കാരാഗ്രഹമിൽ പരീക്ഷണലോകം വിജയിപ്പിക്കും. കാരുണ്യനാഥ കൃപമഴയെന്നും വർഷിപ്പിക്കും. കാരാഗ്രഹമിൽ പരീക്ഷണലോകം വിജയിപ്പിക്കും. യുടെ കൈമിക ഞാൻ പാടുന്നേ, എൻ പാട്ടിലെല്ലാം പരമദയ പരമേ ഞാൻ വാഴ്ത്തുന്നേ. യുടെ കൈമിക ഞാൻ പാടുന്നേ, എൻ പാട്ടിലെല്ലാം പരമദയ പരമേ ഞാൻ വാഴ്ത്തുന്നേ. കാരുണ്യനാഥ കൃപമഴയെന്നും വർഷിപ്പിക്കും. കാരാഗ്രഹമിൽ പരീക്ഷണലോകം വിജയിപ്പിക്കും. കോടിയിൽ മൂടിയ താരമുൾ ചൂടിയ ലോകമില്ലാൻ നടന്നു. ഇരുളിനെ സ്നേഹിച്ചു ഇരത്തിനായി ദാഹിച്ചു ഇവിടത്തിൽ ഞാൻ കഴിഞ്ഞു. അത്ഭുതമാകെ അന്ധത ബാധിച്ചുവനുമീ മണ്ണിൽ. അന്ധത മാറ്റി കതിവഴിയേതോ നാദാനിയെന്നിൽ. അത്ഭുതമാകെ അന്ധത ബാധിച്ചുവനുമീ മണ്ണിൽ. കാരുണ്യനാഥ കൃപമഴയെന്നും വർഷിപ്പിക്കും. കാരാഗ്രഹമിൽ പരീക്ഷണലോകം വിജയിപ്പിക്കും. തൗഫീഖ് ഒരു മലയാളം സ്റ്റോറി, ഒരു മോറൽ സ്റ്റോറിയാണ്. ഒരു ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റോറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഒരു ഗുരു യാത്രയിലാണ്. അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക്. ഗ്രാമത്തിലുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുവാനായി ഒത്തുകൂടി. അതിലൊരാൾ ചോദിച്ചു, ഗുരുവെ, ഒരു മനുഷ്യനാകുന്നത് എപ്പോഴാണ്? അപ്പോൾ ഗുരു തന്റെ ഭാണ്ഡത്തിൽ നിന്ന് 4 ചില്ലുകാക്കുകൾ പുറത്തെടുത്തു. അതിൽ 4 വെള്ളം ഒഴിച്ചു. അതിനുശേഷം തന്റെ ഭാണ്ഡത്തിൽ നിന്നും 4 മനുഷ്യരൂപമുള്ള പ്രതിമകളെ എടുത്തു വെച്ചു. ആദ്യത്തേത് കല്ല് കൊണ്ടുള്ളതും, രണ്ടാമത്തേത് മണ്ണ് കൊണ്ടുള്ളതും, മൂന്നാമത്തേത് പഞ്ഞി കൊണ്ടുള്ളതും, നാലാമത്തേത് കൽക്കാട്ട കൊണ്ടുള്ളതുമായിരുന്നു. ഗുരു 4 ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക്. എന്നിട്ട് ആദ്യത്തെ ഗ്ലാസ് എടുത്ത് കാണിച്ചു. കല്ല് പ്രതിമ വെള്ളത്തിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്നിട്ട് ഗുരു പറഞ്ഞു, ഒരു കൂട്ടം മനുഷ്യരിങ്ങനെയാണ്. അവർക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും വേദന അനുഭവിക്കുന്ന ആരൊക്കെയുണ്ടായാലും അവർ ഒന്നും അറിയാത്തതുപോലെ നിൽക്കും.
അവർക്ക് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതി എന്നവർ പറയും. അടുത്തതായി രണ്ടാമത്തെ ക്ലാസ് എടുത്തു. അതിൽ മണ്ണ് കൊണ്ടുള്ള പ്രതിമയായിരുന്നു. അത് മണ്ണ് അലിഞ്ഞു ചേരുന്നില്ല. എന്നിട്ട് ഗുരു പറഞ്ഞു, ഒരു കൂട്ടം മനുഷ്യരിങ്ങനെയാണ്, അവരോ അഴുക്കാണ്, അവർ ഇന്നോ നാളെയോ നശിച്ചു പോകും. എന്നാൽ അവർ നശിക്കുന്നതിന് മുമ്പ് അവർ ജീവിക്കുന്ന സമൂഹത്തെ കൂടി നശിപ്പിച്ചു കളയും. അടുത്തതായി ഗുരു മൂന്നാമത്തെ ക്ലാസ് എടുത്തു. അപ്പോഴേക്കും മൂന്നാമത്തെ ക്ലാസ്സിലുണ്ടായ പഞ്ഞി അതിലെ വെള്ളം മുഴുവൻ ഊറ്റി കുടിച്ചിരുന്നു. എന്നിട്ട് ഗുരു പറഞ്ഞു, ഒരു കൂട്ടം മനുഷ്യരിങ്ങനെയാണ്, അവർ ആർക്കും ഒന്നും കൊടുക്കില്ല, എന്നാൽ മറ്റുള്ളവരിൽ നിന്നും എല്ലാം പിടിച്ചു പഠിക്കുകയും ചെയ്യും. ഗുരു നാലാമത്തെ ക്ലാസ് എടുത്തു കാണിച്ചു. അതിലെ കൽക്കാണ്ടം മുഴുവൻ അലിഞ്ഞു ചേർന്നിരുന്നു. എന്നിട്ട് ഗുരു പറഞ്ഞു, ഒരു അപൂർവം കൂട്ടം മനുഷ്യരിങ്ങനെയാണ്, അവർ എല്ലാവർക്കും വേണ്ടി നന്മകൾ ചെയ്യും. എല്ലാവരുടെയും മനസ്സിൽ മധുരമായവർ അലിഞ്ഞു ചേരും. നമ്മളെല്ലാവരും ആ നാലാമത്തെ പ്രതിമയെ പോലെ ആവട്ടെ. താങ്ക് യു. നിങ്ങൾക്കായി ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ് നടത്തുന്നത്. ക്ഷണിക്കുന്നു. Hi, good morning. Respected HM teacher and my dear friends, I'm Ruba Mubir of class 9. I'm going to tell about some things that we should include in our life. So here we go. We should not compare us with others. Dear girls and boys, it never depends on our skin tone, how much educated we are, or our financial background. Just be yourself, love yourself, and also love your family. And also build a good startup with our teachers. They are also like our parents. They have a lot of experience in their journey than ours. Don't end our life within a second. Be strong in our life. Any negative we get from others, just ignore it. Always go through our positive side. It's our life following side. It will give us peace and happiness. Failure is not an end. It's just the beginning. So we should do our best for our family and society. The rest of all will come through. So thank you and have a nice day. ഒരു മാപ്പിളപ്പാട്ട് അവതരിപ്പിക്കുന്നു. കൽവിന്റെ കോലായി കിയാവിന്റെ നിറാവിൽ മൽപക്ഷി മദീനത്തെ മധുപാടി തോരാത്ത മഴമഴത്തും മോഹത്തിൻ കന്യാസ് മദീനത്തെ നിലാവിന്റെ കൊള്ളികൾ
മനോഹരമായ ഒരു മാപ്പിളാണ് നിങ്ങൾക്കായി ഫറാബിൻ നൈനി. Arabic group song, Kaiban and Fasna from Standard 9. Assalamualaikum. Ya syababita, ya syababita, ya syababita,
Standard 9. Thank you.
Thank you.
Pando pando tarakari, pando pando tarakari.
തഞ്ചാവൂർ പട്ടമിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്ദ്രമിന കാലി കണ്ടു വരിച്ചവ ചെണ്ടുകളൊന്നും കണ്ടു കണ്ടു കരക്കാടി കണ്ടു പോലെ കരക്കാടി മുമ്പോറും വന്ന തന്നമ്പിളിയവൾ കണ്ണോര കണ്ട കണ്ണാകുഴി മിണ്ടിക്കഴിഞ്ഞാലും നെഞ്ചിൽ മുറുകണ ചെണ്ടമേളത്താളം പൂരക്കൊടി പോലെ മുറും കയറി പാറി പാറി പറക്കാടി പാടി ചോറ് നിനക്കാടി ചൂടങ്ങിച്ചിടേറിയ കാറ്റും ആവോളം വേനൽ മഴയത്തതൊരു കനിയെ ചൂടങ്ങിച്ചിടേറിയ കാറ്റും ആവോളം വേനൽ മഴയത്തതൊരു കനിയെ എള്ളോരത്തരി തന്നമിന കനി തഞ്ചാവൂർ പട്ടമിന തങ്കത്തെളിയണ പട്ടു തിളങ്ങണ ചന്ദ്രമിന കാലി കണ്ടു വടിച്ച ചെണ്ടുകളൊന്നും കണ്ടു കണ്ടു കരക്കാടി മണ്ടു പോലെ കരക്കാടി. ഇംഗ്ലീഷ് ടീച്ചർ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് റൈസൽ ഫ്രം സ്റ്റാൻഡേർഡ് 9. Good morning to the respected principal teachers and my dear friends. Today I am here to share my opinion about social media. Social media is an online platform where we can share both information, pictures and videos. We all use it in our day-to-day life. It has become an ingredient of our lives. Its biggest benefit of social media is that we can share our thoughts and ideas of people across the world. Now even a common man can express his opinion on any national or international issue. Social media is also used to create awareness amongst people. People with good knowledge about topics like health or nutrition use this platform to create awareness amongst people. Thank you. തേരറിയാത്തൊരു പെൺകിടാവേ നിന്നെ നേരറിയുന്നു ഞാൻ പാടുന്നു ഗോതമ്പത്തടിന്റെ നിറമാണ് പേടിച്ച പേടമാങ്കിടിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയിൽ അലങ്കാരമൊന്നുമില്ല ഏറുന്ന മാടി മറയ്ക്കുവാൻ തുടങ്ങിയ ചേരയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാത്രിയോ പേരെന്ത് തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് ഗോതമ്പു പാടത്ത് നീർപ്പെഴുതു പോകും പുതിയാണ് കത്തും മരണിക്കോൽ ചുട്ടു പഴുത്തോരാ കുഗ്രാമഭൂവിൻ കുളിരാണ് കത്തും മരണിക്കോൽ ചുട്ടു പഴുത്തോരാ കുഗ്രാമഭൂവിൻ കുളിരാണ് ആരുന്നു പ്രാഗി മടയ്ക്കുമോരമ്മയ്ക്ക് കൂരിൽ നീയൊരു കൂട്ടാണ്